ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളുടെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. ഇത് കഴിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് റെഡിയാക്കി എടുക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിത് സാധാരണ വെള്ളമാണ് എടുത്തേക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്, ലൂസായി പോകരുത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാൻ നല്ല കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തിയ ശേഷം ഞാൻ കുക്കറിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് വേവിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. ചെറിയ ജീരകമാണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒറിഗാനോയാണ്. 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയും അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴേ നമുക്കിതിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മസാലകൾ, ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി കൈ കൊണ്ട് തന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി മാറ്റണം. അത്യാവശ്യം വലുപ്പത്തിൽ, അതായത് 2 ചപ്പാത്തിയുടെ വലുപ്പത്തിലാണ് ഞാനിത് ബോൾസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നല്ലതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിത് കൗണ്ടർ ടോപ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, അതുപോലെ ഒരുപാട് കനം കൂടി പോവുകയും ചെയ്യരുത് കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഒരുപാട് പൊടിയിട്ട് ചെയ്യേണ്ട. കുറേശ്ശെ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ പൊടിയിട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത്രയും വലുപ്പത്തിൽ ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതേ രീതിയിൽ നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ ഈ പരത്തി എടുക്കുന്ന ആ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മൾ 2 എണ്ണമാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എൻഡിലോട്ടൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡിൽ ആ നടുക്ക് വശത്ത് മാത്രം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ്സ് വെച്ചേക്കുന്നതിൻ്റെ സൈഡിലായിട്ട് എൻഡിലായിട്ട് കുറേശ്ശെ വെള്ളം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. പൊട്ടിപ്പോകുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയിട്ട് പരത്തിയത് കൊണ്ട് തന്നെ ഇത് ശരിക്കും സീൽ ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 2 സൈഡും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഒന്ന് സീലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം തേച്ച് കൊടുത്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ സീല് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ച ഭാഗം ഒരുപാടൊന്ന് പൊങ്ങി നിൽക്കാതെ ഒന്ന് ലെവലായിട്ട് കിട്ടുന്ന രീതിയിൽ രണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്.
ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു 4 എണ്ണ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ട് വരും. ആ ഒരു സമയം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലൊരു ബ്രഷ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, സ്പൂണും കൊണ്ടൊക്കെ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും. ഇതുപോലൊരു ബ്രഷ് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി. ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറു സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത് കേട്ടോ. ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്ത ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഈ ചട്ടുകം കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പൊട്ടിപ്പോകും. നമ്മൾ ആ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 സൈഡ് എന്താ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊന്നും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ പലരും പറയാറുണ്ട് ആലു പൊറോട്ട ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.